നമസ്കാരം. പൊതുജനം കഴുതിയല്ല സാർ എന്ന പരിപാടിയിലേക്ക്, ജനകീയ വാർത്താ മണിക്കൂറിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. പൊതുജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ അത് ചർച്ച ചെയ്യാനും പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിക്കാനും അധികൃതരുടെ ഇടപെടൽ ഉറപ്പാക്കാനുമൊക്കെയാണ് ഈ പരിപാടി എന്നുള്ള കാര്യം പ്രേക്ഷകർക്കറിയാം. പുതിയൊരു അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുന്നു. ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ 24-ന് കഴിയുന്നതിന്റെ പരമാവധി വാർത്താ ഇടപെടൽ ഉണ്ടാകുമെന്ന ഉറപ്പോടുകൂടി നമ്മൾ ആരംഭിക്കുന്നു പൊതുജനം കഴുതിയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. മുതലപ്പുഴി അപകടപ്പുഴിയായി മാറുകയാണ്, മരണപ്പുഴിയായി മാറുകയാണ്. അപകടങ്ങൾ പതിവാകുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലുമൊക്കെ മുതലപ്പുഴയിൽ നിന്നുള്ള അപകട വാർത്തകൾ നമ്മൾ കണ്ടു. ഇന്നലെ വള്ളം മറിഞ്ഞ് 2 മത്സ്യത്തൊഴിലാളികൾക്ക് ജീവൻ നഷ്ടമായി. കഴിഞ്ഞ 10 ദിവസത്തിനിടെ 8 അപകടങ്ങളാണ് മുതലപ്പുഴയിൽ റിപ്പോർട്ട് ചെയ്തത്. അപകടങ്ങൾ തുടർക്കഥയായതോടുകൂടി മത്സ്യത്തൊഴിലാളികൾ വലിയ പ്രതിഷേധത്തിലാണ്. അടിയന്തരമായി മണൽ നീക്കം ചെയ്തില്ല എങ്കിൽ ശക്തമായ പ്രതിഷേധത്തിലേക്ക് കടക്കുമെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ മുന്നറിയിപ്പ്. മണൽ മൂടിക്കിടന്ന പൊഴിമുറച്ച് മത്സ്യബന്ധനം പുനരാരംഭിച്ചെങ്കിലും പിന്നീട് വീണ്ടും അപകടങ്ങൾ തുടർക്കഥയായി. ചെറുതും വലുതുമായ അപകടങ്ങൾ ഓരോ ദിവസവും മുതലപ്പുഴയിൽ സംഭവിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ 2 പേരുടെ ജീവനെടുത്ത ഇന്നലത്തെ അപകടവും. കഴിഞ്ഞ 5 വർഷത്തിനിടെ മുതലപ്പുഴയിൽ മരിച്ചത് 150ഓളം മത്സ്യത്തൊഴിലാളികൾ. വള്ളം മറിഞ്ഞുണ്ടായ അപകടം 1000 കടന്നു. അപകടം വിളിച്ചു വരുത്തുന്ന അശാസ്ത്രീയ നിർമ്മാണത്തിനെതിരെ പ്രതിഷേധം വിരമ്പിയിട്ടും പരിഹാരമുണ്ടായില്ല. ഒടുവിൽ ഇന്നലെ വീണ്ടും 2 മത്സ്യത്തൊഴിലാളികൾക്ക് ജീവൻ നഷ്ടമായി. പൊഴിമുഖത്ത് അടിഞ്ഞുകൂടിയ മണൽ നീക്കം ചെയ്യാത്തതാണ് അപകടങ്ങൾക്ക് പിന്നിൽ. മണൽ പൂർണ്ണമായും നീക്കം ചെയ്യുമെന്ന സർക്കാർ ഉറപ്പ് പാലിക്കപ്പെട്ടില്ലെന്ന മത്സ്യത്തൊഴിലാളികൾ. മണൽത്തിട്ട രൂപം കിട്ടത് കൂടിക്കിടക്കുന്ന മണലിൽ മാറ്റാത്ത രീതിയിൽ പൊഴി മുറിച്ച് ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും അപകടങ്ങളുണ്ടാവും. അതുകൊണ്ട് പൂർണ്ണമായി ആ മണൽ മാറ്റിയതിന് പക്ഷേ പൊഴി മുറിച്ച് വിടാവും. അങ്ങനെയാണെങ്കിൽ ഇവിടെ സാധാരണഗതിയിലുള്ള ഒരു ഡെത്ത് കിട്ടും എന്ന് പറഞ്ഞിട്ട് അത് കേൾക്കാതെ അരുൺ മാത്യു എന്നുള്ള AXയും അനിൽ കുമാർ എന്നുള്ള ഇയും കൂടെ ചെയ്ത ഒരു കൊടും ചതിയാണ് ഇന്നലെയും 2 കുടുംബം അനാഥമായത്. അതുകൊണ്ട് ഇവിടെ തൊഴിലാളികൾക്ക് ജീവന് ഒരു സംരക്ഷണവും ഒരു വിലയും കൽപ്പിക്കാത്ത രീതിയിലാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥരും സർക്കാരും നീങ്ങുന്നത്. മുതലപ്പുഴയിൽ തുടർച്ചയായി ഉണ്ടാകുന്ന അപകടങ്ങൾക്ക് അടിയന്തര പരിഹാരം വേണമെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം. പ്രശ്നപരിഹാരം ഉണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനം. ഇവിടെ കേന്ദ്രമന്ത്രിയും കേരള മുഖ്യമന്ത്രിയും കേരളത്തിൻ്റെ വകുപ്പ് മന്ത്രിമാരും വന്നുകൊണ്ട് ഇവിടെ കൊട്ടിഘോഷിക്കുന്നുണ്ട്. അല്ലാതെ ഈ അപകടങ്ങൾ ഒഴിവാക്കാനുള്ള സംവിധാനം ഇതുവരെയ്ക്ക് ഉണ്ടാകാതിരിക്കുമ്പോഴത്തേക്ക് വളരെ പ്രയാസമാണ്. എത്രയും പെട്ടെന്ന് ഈ മണ്ണ് റദ്ദ് ചെയ്ത് മാറ്റുവാനുള്ള ഒരു സംവിധാനം സർക്കാരിൽ നിന്നുണ്ടാവണം മാത്രമേ. ഇന്നലെ ഉണ്ടായ അപകടത്തിൽ സാരമായി പരിക്കേറ്റ മത്സ്യത്തൊഴിലാളി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. മുതലപ്പുഴയിൽ അടിഞ്ഞുകൂടിയ മണൽ നീക്കം ചെയ്യാതെ അപകടങ്ങൾക്ക് പരിഹാരം കാണാനാകില്ല. മണൽ നീക്കത്തിനായി തുടങ്ങിയ പല പദ്ധതികളും പാതി വഴിയിൽ നിലച്ചു. മുതലപ്പുഴയിലെ ഈ കണ്ണുനീരിന് ഇനി എന്ന് പരിഹാരമുണ്ടാകുമെന്നാണ് മത്സ്യത്തൊഴിലാളികൾ ആവർത്തിച്ച് ചോദിക്കുന്നത്. ക്യാമറമാൻ ജിനു എസ് രാജിനൊപ്പം MG പ്രതീഷ്, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. ഇനി മലപ്പുറത്തേക്കാണ്. ഫിറ്റ്നസ് ഇല്ലാത്ത കെട്ടിടത്തിലെ പഠനം മുതൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എണ്ണിപ്പറഞ്ഞ് മലപ്പുറം മഞ്ചേരി ഗവൺമെന്റ് നഴ്സിംഗ് സ്കൂളിലെ വിദ്യാർത്ഥികൾ. പഠിക്കാനും താമസിക്കാനും ഒരു സൗകര്യമില്ലെന്ന് കാണിച്ച് ഇവർ ആരോഗ്യമന്ത്രിക്ക് ഇന്ന് നിവേദനം നൽകി. ഫിറ്റ്നസ് ഇല്ലാത്തതിനാൽ ഹോസ്റ്റൽ അടച്ചിട്ട് ആഴ്ചകളായി. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ വിവിധ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം ചെയ്യാനെത്തിയ ആരോഗ്യമന്ത്രിയെ കാത്ത് ഒരു പറ്റം വിദ്യാർത്ഥികൾ നിന്നിരുന്നു. പക്ഷേ അവർക്ക് മന്ത്രിയെ കണ്ട് സംസാരിക്കാൻ കഴിഞ്ഞില്ല. എന്താണ് ആ വിദ്യാർത്ഥികൾക്ക് ആരോഗ്യമന്ത്രിയോട് പറയാനുണ്ടായിരുന്നത്? അതാണ് ഈ വാർത്ത. പഴക്കം ചെന്ന ഒരു കെട്ടിടം, സീലിംഗ് പാളികൾ അടർന്നു വീണ നിലയിലാണ്. കനത്ത മഴയിൽ ചോർച്ചയും. ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷന്റെ കീഴിലുള്ള ഗവൺമെന്റ് നഴ്സിംഗ് സ്കൂളിന്റെ അവസ്ഥയാണിത്. മഞ്ചേരി മെഡിക്കൽ കോളേജിനോട് ചേർന്ന കെട്ടിടമാണ്. 2016 അവസാനമായി ഈ കെട്ടിടത്തിന് ഫിറ്റ്നസ് ലഭിച്ചത്. ഇപ്പോൾ ഫിറ്റ്നസുമില്ല, ചോർച്ചയുമാണ്. ഇതോടെ ഹോസ്റ്റൽ അടച്ചു. ഗതികേടിൽ വിദ്യാർത്ഥികൾ.
ഇപ്പോൾ വിഷയം എന്താ വെച്ചാൽ അവിടെ ഹോസ്റ്റൽ പൂട്ടിയിട്ടുണ്ട് വെള്ളം നിൽക്കുന്ന പ്രശ്നം കൊണ്ട്. അതുകൊണ്ട് ദൂരെ നിന്നുള്ള കുട്ടികളോടൊക്കെ പോകാനാണ് പറഞ്ഞത്. പെട്ടെന്ന് ഒരു ദിവസം വൈകുന്നേരം എല്ലാവരോടും പോകാൻ പറഞ്ഞു, ഒരു കെയർലെസ് ആയിട്ട്. എന്നിട്ട് ഓരൊക്കെ ദൂരെ നിന്നാണ് വരുന്നത്. രാവിലെ 8 മണിയാകുമ്പോൾ ഇവിടെ ക്ലാസ് തുടങ്ങും. അപ്പോൾ ഒരു 7:45 റോൾ കോളിന് ഇവിടെ എത്തണം. അതുപോലെ നീട്ടി തരാതെ 8 മണിയാകുമ്പോൾ ഇവിടെ എത്തണം എന്നാണ് പറയുന്നത്. ആകെ ഇപ്പോൾ ഒരു ഒറ്റ ക്ലാസ്സേ ഉള്ളൂ ഞങ്ങൾക്ക്. ആകെ അവിടെ 3 ബാച്ച് ഇപ്പോൾ പഠിക്കുന്നുണ്ട് നിലവിൽ. ഇപ്പം ഞങ്ങളുടെ സീനിയേഴ്സ് ആയിട്ടുള്ള ഇന്റേൺഷിപ്പിന് പോകുന്ന ബാച്ച് ഇപ്പോൾ അവർക്ക് കമ്മ്യൂണിറ്റിക്ക് പോകാൻ ബസ്സുണ്ട്. ബസ്സിന് ഇൻഷുറൻസ് ഇതുവരെ അടച്ചിട്ടുമില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ എന്ത് ചെയ്യുമെന്നാണ് ചോദിക്കുന്നത്. 33 കുട്ടികളാണ് ഹോസ്റ്റൽ സൗകര്യം ഉപയോഗിച്ചിരുന്നത്. 3 ബാച്ചുകൾക്കായി 3 ക്ലാസ് മുറികൾ ഉണ്ടായിരുന്നത് കെട്ടിടത്തിന്റെ അപകടാവസ്ഥ കാരണം ഒന്നാക്കി ചുരുക്കി. 85 കുട്ടികളാണ് പഠിക്കുന്നത്. ഇപ്പോൾ 30 കുട്ടികൾ ക്ലാസ്സിൽ കയറിയാൽ മറ്റുള്ളവർ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ക്ലിനിക്കൽ പ്രാക്ടീസിന് പോകണം. ഹോസ്റ്റൽ സൗകര്യം ഉണ്ടായെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ വന്നിട്ടുള്ളത്. പെട്ടെന്നൊരു ദിവസം വന്നിട്ട് ഹോസ്റ്റലിൽ ഇല്ല, നിങ്ങളെല്ലാവരും വീട്ടിൽ പോകണം, ഇനി മുതൽ ഹോസ്റ്റലിൽ നിൽക്കാൻ പറ്റില്ല, ഇനി വീട്ടിൽ നിന്ന് വന്നു പോയി വരണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അതിനോടൊന്നും പറയാൻ പറ്റില്ല. ശരണിയിൽ പുതിയ കെട്ടിടത്തിന് സ്ഥലം ഏറ്റെടുത്തിരുന്നു. 14 കോടിയോളം രൂപ ഫണ്ടും പാസ്സായതാണ്. പക്ഷേ പരിസ്ഥിതി പ്രശ്നം കാണിച്ചുള്ള റിപ്പോർട്ട് വിനയായി. കാലാകാലങ്ങളിലുള്ള അറ്റകുറ്റപ്പണികൾ നടത്താത്തതാണ് ഫിറ്റ്നസിനെ ബാധിച്ചതെന്ന് പറയുന്നു PTA ഭാരവാഹികളും. നമുക്കൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ ഒരു ബാത്റൂം ഉണ്ട് പുറത്ത്, അതേ ഉള്ളൂ കുറച്ച് ഡാമേജ്, മെയിൻറ്റെയിൻ ചെയ്യണം, ചെറിയൊരു ഫണ്ട്. അപ്പം ഞങ്ങൾ പറയുന്നത് വെച്ചാൽ ഞങ്ങൾ PTA എല്ലാം കൂടിയിട്ട് കുറച്ച് ചെറിയ ഫണ്ട് എന്തായാലും ഞാൻ എടുക്കാം, പിന്നെ PTA ഫണ്ട് നോക്കാം, അവിടെ അടുത്ത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കുട്ടികൾ തൽക്കാലം ഇപ്പം നിലവിൽ ചരണിയിൽ പിന്നെ 3 ഏക്കർ സ്ഥലം ഉണ്ട്. ഇതെല്ലാം പറയുന്നതിനു വേണ്ടിയാണ് മന്ത്രി മെഡിക്കൽ കോളേജിലെത്തിയപ്പോൾ വിദ്യാർത്ഥികൾ കാത്തുനിന്നത്. പക്ഷേ നിവേദനം നൽകാനേ കഴിഞ്ഞുള്ളൂ. വിദ്യാർത്ഥികൾക്കുള്ള ബസ്സിന് ഇൻഷുറൻസ് പോലും അടച്ചിട്ടില്ല. ഇങ്ങനെ ഇല്ലായ്മകൾ മാത്രമുള്ള ഈ നഴ്സിംഗ് സ്കൂളിനാണ് ആദ്യം ചികിത്സ വേണ്ടത്. നല്ല മാർക്ക് വാങ്ങി സർക്കാർ നഴ്സിംഗ് സ്കൂളിൽ പഠിക്കാൻ വന്ന വിദ്യാർത്ഥികൾക്കാണ് ഈ ദുർഗതി. എത്ര കാലം ഈ വിദ്യാർത്ഥികൾ പറയുന്ന അവരുടെ വേദനകൾ കേൾക്കാതെ ഇങ്ങനെ ഓടിപ്പോകും? അർഷക്കിനൊപ്പം വിപിൻ C വിജയൻ, 24 മലപ്പുറം. പൊതുജനം കഴുതയല്ല സാർ. മലപ്പുറത്ത് വേദിയിൽ ഏറ്റുമുട്ടി ആരോഗ്യമന്ത്രി വീണ ജോർജും മഞ്ചേരി നഗരസഭ ചെയർപേഴ്സണും. മഞ്ചേരി ജനറൽ ആശുപത്രിയെ ചൊല്ലിയുള്ള പരാമർശങ്ങളാണ് ഇരുവരും തമ്മിൽ അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്തിയത്. മഞ്ചേരി മെഡിക്കൽ കോളേജിലെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനത്തിനെത്തിയതായിരുന്നു ആരോഗ്യമന്ത്രി വീണ ജോർജ്. അതായത് ഇവിടെ പറഞ്ഞൊരു കാര്യത്തിൽ ഒരു വ്യക്തത, 2016 ഓഗസ്റ്റിൽ നമ്മുടെ വിവിധ ജനറൽ ആശുപത്രികൾ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വിട്ടുകൊടുത്തപ്പോൾ അതിൽ 15 ജനറൽ ആശുപത്രികളാണ് വിട്ടുകൊടുത്തത്. അതിൽ 11ാമത്തെ ഇനമായിട്ട് ഏറ്റവും സമാദരണീയനായിരുന്ന പാണക്കാട് സയ്യിദ് മുഹമ്മദ് സാഹിബ് തങ്ങൾ സ്മാരക ജനറൽ ആശുപത്രി മലപ്പുറം മഞ്ചേരി മുനിസിപ്പാലിറ്റിക്ക് വിട്ടു നൽകിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിൽ ആ ഓർഡറാണിത്, ഗവൺമെന്റ് ഓർഡർ. അപ്പൊ അതുകൊണ്ട് അതാണിപ്പോ ചെയർപേഴ്സൺ പറഞ്ഞത്. അത് ചെയർപേഴ്സൺ പറഞ്ഞതുകൊണ്ട് അതില് ഞാൻ വരുന്നതിന് മുൻപ് ടീച്ചറിന്റെ കാലത്ത് തന്നെ അത് വിട്ടുകൊടുത്തിട്ടുള്ളതാണ്. അപ്പൊ അതിലൊരു അവ്യക്തത വേണ്ട, അത് അന്നത്തെ ഓർഡറാണ്. വിപിൻ C വിജയൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് മലപ്പുറത്ത്. വിപിൻ, ഈ ഇതിലൊരു നാടകീയമായ രംഗങ്ങളൊക്കെ ഉണ്ടായത് എങ്ങനെയാണ് വിപിൻ? അതെ, മഞ്ചേരി മെഡിക്കൽ കോളേജ് അവിടെ ജനറൽ ആശുപത്രിയാണ് ഈ മഞ്ചേരി മെഡിക്കൽ കോളേജാക്കി പിന്നീട് ഉയർത്തിയത് എന്നുണ്ടെങ്കിലും ഇപ്പോഴും മെഡിക്കൽ കോളേജിനോട് ചേർന്ന് തന്നെയാണ് ജനറൽ ആശുപത്രിയും പ്രവർത്തിക്കുന്നത്. അവിടെ ഈ ജനറൽ ആശുപത്രിയുടേതായിട്ടുള്ള സ്റ്റാഫുകളും ഒക്കെ ഉണ്ട്. ഈ ഒരു മെഡിക്കൽ കോളേജിന്റെയും ഒപ്പം തന്നെ ജനറൽ ആശുപത്രിയുടെയും ഒരു നവീകരണം അത് കുറെ കാലമായിട്ട് തന്നെ ആവശ്യപ്പെടുന്നതാണ്. ഒപ്പം തന്നെ ഈ ഒരു പ്രത്യേകമായി ഈ ജനറൽ ആശുപത്രിയും ഒപ്പം തന്നെ മെഡിക്കൽ കോളേജും പ്രത്യേകമാക്കണം എന്നുള്ളൊരു ആവശ്യമൊക്കെ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനത്തിന് വേണ്ടിയാണ് ആരോഗ്യമന്ത്രി മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് എത്തിയത്. അപ്പോൾ ഈ മന്ത്രിയുടെ പ്രസംഗമൊക്കെ കഴിഞ്ഞ് പോകുന്നതിന് തൊട്ട് മുൻപായിട്ട് MLA UA ലത്തീഫാണ് ഈ വിഷയം ആദ്യം എടുത്തിട്ടത്. അതായത് ഈ ജനറൽ ആശുപത്രിക്ക് വേണ്ടി ഏകദേശം 50 ഏക്കറോളം സ്ഥലങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈ ആശുപത്രികൾ മാറുന്നതിൻ്റെ ഒരു സമഗ്ര വികസനം തന്നെ ആവശ്യമാണ്. അതുകൊണ്ട് ആ ഒരു വിഷയം അവർ ആദ്യം ഉന്നയിക്കുകയായിരുന്നു. അതിനുശേഷം മന്ത്രി എന്നാൽ 2016 തദ്ദേശ സ്ഥാപനത്തിന് ഇത് വിട്ടുകൊടുത്തിട്ടുണ്ട് എന്നുള്ള ഉത്തരവ് കാണിക്കുകയായിരുന്നു. എന്നാൽ അത്തരമൊരു ഉത്തരവോ അത്തരമൊരു ഓർഡറിനെ കുറിച്ച് അറിയില്ല എന്നുള്ളത് അവിടെ വെച്ച് തന്നെ നഗരസഭാ ചെയർപേഴ്സൺ UA സുബൈദ കൂടി ഏറ്റെടുത്തതോടുകൂടി LDF UDF അംഗങ്ങൾ തമ്മിൽ കയ്യടിയും കൂക്കിവിളിയും ഉണ്ടാവുന്ന. ശരി, വിപിൻ C വിജയൻ മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. വളരെ പെട്ടെന്ന് ചെറിയൊരു ഇടവേളയിലേക്ക് കിടക്കേണ്ടതുണ്ട്. ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്തും. മറ്റ് റിപ്പോർട്ടുകൾ കാത്തിരിക്കുന്നുണ്ട്. പതിവ് സെഗ്മെന്റ് കൂരായണം കാത്തിരിക്കുന്നുണ്ട്. ഇടവേളയ്ക്ക് ശേഷം പൊതുജനം കഴുതിയല്ല സാർ എന്ന പരിപാടിയിലേക്ക് വീണ്ടും. ഭിന്നശേഷിക്കാർക്കും എയ്ഡഡ് സ്കൂൾ അധ്യാപകർക്കുമുള്ള നിയമന അംഗീകാരം വൈകുന്നതിൽ പ്രതിഷേധവുമായി അധ്യാപകർ.
കേരള എയ്ഡഡ് ടീച്ചേഴ്സ് കളക്ടീവിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. വാഗ്ദാനങ്ങൾ നൽകി സർക്കാർ വഞ്ചിച്ചുവെന്ന് അധ്യാപകർ കുറ്റപ്പെടുത്തി. സുപ്രീം കോടതി ഉത്തരവുണ്ടായിട്ടും നിയമനങ്ങൾ നടക്കുന്നില്ല. ഇതോടെയാണ് അധ്യാപകർ പ്രക്ഷോഭത്തിനിറങ്ങിയത്. കോടതി ഉത്തരവിട്ടിട്ടും 3 വർഷമായി ഭിന്നശേഷിക്കാർക്കുള്ള ഒഴിവുകൾ നികത്താതെയും മറ്റ് അധ്യാപക നിയമനങ്ങൾക്ക് അംഗീകാരം നൽകാതെയും സർക്കാർ കബളിപ്പിക്കുകയാണ് എന്നാണ് അധ്യാപകരുടെ പരാതി. സർക്കാരിന്റെ ഈ നിലപാട് വ്യാജ ഭിന്നശേഷി സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കുന്ന മാഫിയയ്ക്ക് സഹായമാകുന്നുണ്ടെന്നും ഇവർ ചൂണ്ടിക്കാണിക്കുന്നു. നിയമനാംഗീകാരം ലഭിക്കാത്തതിനാൽ നിരവധി അധ്യാപകരും അവരുടെ കുടുംബാംഗങ്ങളും ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യത്തിലാണെന്നും അധ്യാപകർ പറയുന്നു. അന്ന് വിദ്യാഭ്യാസ മന്ത്രി ഞങ്ങൾക്ക് തന്നൊരു വാക്കുണ്ടായിരുന്നു, കോടതി വിധിയുമായി വന്നു കഴിഞ്ഞാൽ ഇത് പരിഗണിക്കാമെന്നുള്ളത്. പക്ഷേ ഇല്ലാത്ത പൈസ കൊടുത്ത് ഇക്കണ്ട അധ്യാപകർ കംപ്ലീറ്റ് പൈസ കൊടുത്ത് കോടതിയിൽ പോയി വിധി മേടിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ആ ഓർഡർ കാറ്റിൽ പറത്തുന്ന ഒരു റിജക്ഷൻ ലെറ്ററാണ് ഞങ്ങൾക്ക് തന്നത്. ഒരു വിദ്യാഭ്യാസ മന്ത്രി ഞങ്ങൾക്ക് തന്ന ഉറപ്പാണ് അവിടെ കാറ്റിൽ പറന്നു പോയത്. 16,000 അധ്യാപകരാണ് നിയമന അംഗീകാരം ലഭിക്കാതെ 3 വർഷമായി ജോലി ചെയ്യുന്നത്. ഇവർക്ക് നിയമനാംഗീകാരം നൽകുക, നിയമനാംഗീകാരം കിട്ടാതെ ആത്മഹത്യ ചെയ്ത അലീന ബെന്നി, അധ്യാപികയുടെ ഭർത്താവ് ഷിജോ എന്നിവർ ഉൾപ്പെടെയുള്ള അധ്യാപക സമൂഹത്തിന് നീതി ലഭ്യമാക്കുക, വ്യാജരേഖ ചമച്ച് ഭിന്നശേഷിക്കാരുടെ ജോലിയിൽ കയറിയ അധ്യാപകരെ പുറത്താക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. സുപ്രീം കോടതി വിധിയിൽ NSSന് മാത്രം അനുകൂലമായി ഉത്തരവിടുകയും മറ്റുള്ളവർക്കും കോടതി വിധി മുഖാന്തരം ലഭിച്ച വിധി സർക്കാർ നടപ്പിലാക്കാത്തത് സ്വജനപക്ഷപാതമാണെന്നും അധ്യാപകർ ആരോപിക്കുന്നു. ഒരു കാലം കൊണ്ട് നമ്മളും ആത്മഹത്യക്ക് നീങ്ങേണ്ട ഒരു അവസ്ഥ വരികയാണ്. സേവിങ്സ് എല്ലാം കൊടുത്ത് സ്കൂൾ കയറുകയും പിന്നീട് മുന്നോട്ട് കുടുംബക്കാർക്കും സമൂഹത്തിനൊക്കെ നമ്മളൊരു ഭാരമായി മാറുന്ന ഒരു അവസ്ഥയായിട്ടാണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്. ശവപ്പെട്ടിയുമേന്തി കോഴിക്കോട് DDE ഓഫീസിന് മുന്നിലായിരുന്നു ധർണ. SK പൊറ്റക്കാട് പ്രതിമയ്ക്ക് മുന്നിൽ നിന്ന് ആരംഭിച്ച മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു. നിയമനം അനന്തമായി നീണ്ടുപോയാൽ പ്രക്ഷോഭം ശക്തമാക്കാനാണ് അധ്യാപകരുടെ തീരുമാനം. കോഴിക്കോട് നിന്ന് അബിത്തിനൊപ്പം സമീർ സി മുഹമ്മദ്, 24. പൊതുജനം കഴുതയല്ല സാർ. ഭിന്നശേഷി സംവരണ പ്രശ്നത്തിന്റെ പേരിൽ ഞങ്ങൾക്ക് ആർക്കും ഇതുവരെ അപ്രൂവൽ കിട്ടിയിട്ടില്ല. ഇത്രയും വർഷമായി 4-5 വർഷമായിട്ട് ഞങ്ങൾ അപ്രൂവൽ കിട്ടാണ് ഇരിക്കുന്നത്. ഈ ഭിന്നശേഷി ഉദ്യോഗസ്ഥനെ നിയമിക്കുന്നത് ഞങ്ങൾ ആരും എതിരല്ല. ഞങ്ങൾ പറയുന്നത് അവർക്ക് ആദ്യം അപ്രൂവൽ കൊടുക്കൂ, അംഗീകാരം കൊടുക്കൂ, അവരെ നിയമിക്കൂ. അതിനുശേഷമെങ്കിലും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ജീവിതം വേണം. ഞങ്ങൾ ഇത്രയും വർഷമായി ജോലി ചെയ്യുന്നു, ശമ്പളം കിട്ടുന്ന ആനുകൂല്യങ്ങളൊന്നുമില്ല. ഭിന്നശേഷിക്ക് വേണ്ടി സീറ്റ് മാറ്റി വെച്ചിട്ടും അതിലേക്ക് ഭിന്നശേഷിക്കാർ എത്തിയിട്ടില്ല. ഇതേ വിഷയം കേരളത്തിലെ പല സ്കൂളുകളിലുണ്ട്. ഭിന്നശേഷിക്കാരുമായി ബന്ധപ്പെട്ട ഒഴിവ് മാറ്റിവെച്ച സ്കൂളുകൾക്ക് സുപ്രീം കോടതി വിധി പ്രകാരം ബാക്കിയുള്ളവർക്ക് അപ്രൂവൽ കൊടുക്കണമെന്ന് സുപ്രീം കോടതി വിധി പ്രഖ്യാപിച്ചു. ഇത് NSS മാത്രമല്ല, മറ്റ് സമാന സ്വഭാവമുള്ള മാനേജ്മെൻറ്റുകൾക്കും സൊസൈറ്റികൾക്കും ഈ വിധി ബാധകമാണെന്ന് സുപ്രീം കോടതി വിധി ഉണ്ടായിട്ടും കേരള സർക്കാർ ആ വിധി പ്രഖ്യാപിച്ചുകൊണ്ട് മറ്റുള്ള അധ്യാപകർ കേരള ഹൈക്കോടതിയിൽ പോയിട്ട് അതിന് അനുകൂലമായ ഒരു വിധി സമ്പാദിച്ചിട്ട് പോലും അവർക്കോ മറ്റുള്ള സ്കൂളുകൾക്കോ നിയമന അംഗീകാരം കൊടുക്കണ്ട എന്ന തരത്തിലാണ് സർക്കാർ ഏറ്റവും പുതിയ ഉത്തരവിറക്കിയത്. പൊതുജനം കഴുതയല്ല സാർ. ഈ റിപ്പോർട്ടോടെ പൊതുജനം കഴുതിയല്ല സാർ ഇവിടെ പൂർത്തിയാവുകയാണ്. ഇനി 24 റൗണ്ട് അപ്പിന്റെ സമയമാണ്. പ്രേക്ഷകർക്കൊപ്പം പ്രജിൻസി കണ്ണനെത്തും. നമസ്കാരം.